നമസ്കാരം, എല്ലാവർക്കും ഈസി കാഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സോളിഡ് വർക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എങ്ങനെ സോളിഡ് വർക്ക് സോഫ്റ്റ്വെയർ നമുക്ക് ഈസിയായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സോളിഡ് വർക്ക് സോഫ്റ്റ്വെയർ നമ്മളുടെ സിസ്റ്റത്തിൽ നിന്നും ഓപ്പൺ ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോളിഡ് വർക്ക് 2013 വെർഷനാണ്. ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആകുന്നതിന് കുറച്ച് ടൈം ആവശ്യമാണ്. അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഓപ്പണിൽ ക്ലിക്ക് ചെയ്ത് പാർട്ട് മോഡലിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് എങ്ങനെ 2D മോഡലിംഗ് അതേപോലെ തന്നെ 3D മോഡലിംഗ് ക്രിയേറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മളൊരു 2D ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യണം. 2D ഡ്രോയിങ് ഉപയോഗിച്ചാണ് നമ്മളൊരു 3D മോഡലിംഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായി നമ്മളൊരു 2D മോഡലിംഗ് വരയ്ക്കണം. അത് പിന്നെ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫുള്ളി ഡിഫൈൻഡ് എന്നാണ് അതിനെ പറയുന്നത്. സ്കെച്ച് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ്. നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് ഡിസൈനിങ് സ്പേസ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പാർട്ട് മോഡലിംഗ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിസൈൻ മോഡൽ സ്പേസ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ എനിക്ക് ഓപ്പൺ ആകുന്നതിന് കുറച്ച് ടൈം ആവശ്യമായി വരുന്നുണ്ട്. അതിൻ്റെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അധികം നല്ലതല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഡിസൈനിങ് സ്പേസിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് 2D മോഡലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു 2D ഡ്രോയിങ് വരയ്ക്കുന്നതിന് നമുക്കൊരു പ്ലെയിൻ ആവശ്യമാണ്. ഞാനിവിടെ ടോപ്പ് പ്ലെയിൻ എടുത്ത് ഒരു ഡ്രോയിങ് വരയ്ക്കാൻ പോവുകയാണ്. ടോപ്പ് പ്ലെയിൻ എടുക്കുമ്പോൾ നമ്മളൊരു പ്ലെയിൻ സെലക്ട് ചെയ്യുമ്പോൾ പ്ലെയിൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്കെച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താണ് ഒരു പ്ലെയിനിലേക്ക് എൻ്റർ ആവേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ടോപ്പ് പ്ലെയിൻ എടുത്ത് ഒരു സെൻറ്റർ ലൈൻ വരച്ചിരിക്കുകയാണ്. സെൻറ്റർ ലൈൻ എന്ന് പറയുമ്പോൾ അതൊരു ഇമാജിനറി ലൈനാണ്. നമുക്ക് കൺസ്ട്രക്ഷന് ആവശ്യമായി വരയ്ക്കുന്ന ലൈനുകളെയാണ് നമ്മൾ സെൻറ്റർ ലൈൻ അഥവാ കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു ഗ്ലാസ് എങ്ങനെ വരയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായി നമ്മൾ റഫായിട്ട് ആദ്യം ഒരു 2D ഡ്രോയിങ് ഗ്ലാസിൻ്റെ വരച്ചെടുക്കണം. അത് അതിൻ്റെ പകുതി മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസിൻ്റെ പകുതി ഷേപ്പ് എങ്ങനെ ഇരിക്കുമെന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ ഉപയോഗിച്ച് വരച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ലൈൻ മൊത്തം ബ്ലൂ കളറിലാണ്. അപ്പോൾ നമ്മുടെ സ്കെച്ച് ഇതുവരെ ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടില്ല. ഫുള്ളി ഡിഫൈൻഡ് ആയ സ്കെച്ചുകൾ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ പോയി എഡിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് നമുക്കൊരു 3D മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാവുകയുള്ളൂ. അതിനുവേണ്ടി നമ്മളിത് മൊത്തം ഫുള്ളി ഡിഫൈൻഡ് ആക്കണം. ഫുള്ളി ഡിഫൈൻഡ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ ഡയമെൻഷൻ കൊടുത്താണ് ഫുള്ളി ഡിഫൈൻഡ് ആക്കാൻ ശ്രമിക്കുന്നത്. ഫുള്ളി ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കെച്ച് ഫിക്സഡ് ആയിരിക്കണം. അതായത് അതിന് എക്സ് ഡയറക്ഷനിലോ വൈ ഡയറക്ഷനിലോ ഒരു അനക്കവും പാടില്ല. അങ്ങനെയാണ് നമുക്കൊരു സ്കെച്ച് ഫുള്ളി ഡിഫൈൻഡ് ആക്കി മാറ്റാൻ കഴിയുന്നത്. ഫുള്ളി ഡിഫൈൻഡ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ മാക്സിമം എല്ലാ ഡയമെൻഷനും കൊടുത്ത് അതേപോലെ തന്നെ സെൻറ്റർ ആക്സിസിൽ നിന്ന് ഡയമെൻഷൻ എല്ലാം വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ ഫുള്ളി ഡിഫൈൻഡായി മാറുന്നതാണ്. ഗ്ലാസിൻ്റെ എഡ്ജിനൊരു 3 mm തിക്നെസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻറ്റർ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡിസ്റ്റൻസും കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ സ്കെച്ച് ഫുള്ളി ബ്ലാക്ക് കളറിലായി വരുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കാം എൻ്റെ സ്കെച്ച് ഇപ്പോൾ 3D മോഡലിങ്ങിന് തയ്യാറായിട്ടുണ്ട് എന്ന്. നമ്മളിവിടെ സ്മാർട്ട് ഡയമെൻഷൻ എന്ന ടൂൾ ഉപയോഗിച്ചാണ് ഡയമെൻഷൻ കൊടുക്കുന്നത്. സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് തരത്തിലുള്ള ഡയമെൻഷനും കൊടുക്കാവുന്നതാണ്. അതായത് ലെങ്ത്ത് കൊടുക്കാം, സർക്കിളിൻ്റെ ഡയമീറ്റർ കൊടുക്കാം, റേഡിയസ് കൊടുക്കാം, ആംഗിൾ കൊടുക്കാം. എല്ലാം നമുക്ക് ഈ സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ ഫുള്ളി ഡിഫൈൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്കെച്ച് നമ്മളിപ്പോൾ ഫുള്ളി ഡിഫൈൻഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്കെച്ച് എക്സിറ്റ് ചെയ്യുക. സ്കെച്ച് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ സ്പേസിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 3D മോഡലിംഗ് സ്പേസിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ധാരാളം ഓപ്ഷനുകൾ ലഭ്യമാണ്. അതിൽ ഞാൻ റിവോൾവ് എന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് ഇത് റിവോൾവ് ചെയ്യാൻ പോവുകയാണ്.
റിവോൾവ് കമാൻഡ് ഉപയോഗിക്കുന്നതിന് നമുക്ക് സെൻറ്റർ ആക്സിസ് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഒരു സെൻറ്റർ ലൈൻ വരച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്കെച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് റിവോൾവ് ആയി വന്നിട്ടുണ്ടാവും. അതായത് ഒരു ഗ്ലാസിൻ്റെ ഷേപ്പിൽ അത് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ 3D മോഡൽ ഒരു ഗ്രേ കളറിലാണുള്ളത്. നമുക്കതൊരു പ്ലെയിൻ വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് പ്ലെയിൻ വൈറ്റ് എന്ന ഓപ്ഷൻ മുകളിൽ കാണുന്ന ഐക്കണിൽ നിന്നും സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് ഒന്ന് വെളുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത 3D മോഡലിന് നമുക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള മെറ്റീരിയൽ പ്രോപ്പർട്ടിയും അങ്ങനെയെല്ലാം ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഗ്ലാസിൻ്റെ അടിയിൽ എങ്ങനെ ഒരു ലെറ്റർ ആഡ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ബോട്ടം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്കെച്ച് എന്ന ഓപ്ഷൻ ലഭ്യമാണ്. അതിൽ സ്കെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോട്ടത്തിൽ നമുക്ക് 2D ഡ്രോയിങ് വരയ്ക്കാവുന്നതാണ്. സ്കെച്ചിലെ ലെറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഞാൻ ഈസി കാഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അലൈൻമെൻറ്റ് ചെയ്തെടുക്കാം. കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാം. എന്നിട്ട് ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസി കാഡ് എന്ന ലെറ്റേഴ്സ് അവിടെ പ്രിൻ്റ് ആയിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ എഴുതിയത് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ വീണ്ടും സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടതുണ്ട്. അതിനായി നമ്മൾ എക്സിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എക്സ്ട്രൂഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എഴുതിയ സ്കെച്ച് പൊന്തി വന്നിട്ടുണ്ടാകും. അത് നമ്മളൊരു 1 mm തിക്നെസ്സിൽ മാത്രമേ പൊന്തി വരും. തിക്നെസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഈ ചാനലിലൂടെ നമ്മൾ ദിനവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതാവുമ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പമായി മനസ്സിലാവുകയും ചെയ്യും. ഈസി ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയും സാധിക്കും. നമ്മുടെ ഗ്ലാസ്സിന് കളർ കൊടുക്കുന്നതിനായി നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുമ്പോൾ നമുക്ക് അപ്പിയറൻസ് എന്ന വിൻഡോ ഓപ്പണായി വരും. അപ്പിയറൻസിൻ്റെ താഴെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരാളം ഫോൾഡറുകൾ ഓപ്പണായി വരുന്നതാണ്. അതിൽ മെറ്റൽ ഉണ്ടാവും, പ്ലാസ്റ്റിക് ഉണ്ടാവും, അങ്ങനെ എല്ലാ തരം മെറ്റീരിയൽസിൻ്റെയും കളറും പ്രോപ്പർട്ടീസും നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമ്മളിപ്പോൾ ഒരു ബ്രാസ് എന്ന മെറ്റീരിയലാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിന് ഒരു ബ്രാസ് ഫിനിഷിങ് വന്നിട്ടുണ്ടാവും. അതായത് ഒരു യെല്ലോയിഷ് കളറിൽ ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെട്ടത് എങ്ങനെ ഒരു 2D ഡ്രോയിങ് നിർമ്മിക്കാം, അതേപോലെ തന്നെ റിവോൾവ് എന്ന കമാൻഡിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത്. റിവോൾവ് കമാൻഡിന് നമുക്കൊരു സെൻറ്റർ ആക്സിസും വേണം, അതുപോലെ തന്നെ ഡ്രോയിങ്ങിൻ്റെ ഒരു പകുതി ഭാഗവും വേണം. അപ്പോൾ മാത്രമേ നമുക്ക് റിവോൾവ് കമാൻഡ് ഉപയോഗിച്ച് ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഡിസൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ മനോഹരമായി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺ.